ഇഷ്ടമല്ല. ഈ ബാറ്റ്മാൻ സ്പൈഡർമാൻ അതൊന്നും ഇഷ്ടമല്ല. കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. കണ്ടിട്ടുള്ളൂ. അല്ല പിന്നെന്താ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചേട്ടൻ എങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. ക്ഷണിച്ചിട്ടില്ല, ഞാൻ ക്ഷണിച്ചിട്ടില്ല. ബുക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് മസിലാണ്. ഇത് മൊത്തം മസിലല്ലേ? അല്ല, ഞങ്ങളുടെ രണ്ടുപേരും മസിൽ. ഇത് ക്ഷണിച്ചു. ജീവിച്ചിട്ട് പോണ സമയത്തെ ഇപ്പം എന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ. നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു പർപ്പസ്, അതായത് നമ്മൾ ജീവിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനാ ജീവിക്കുന്നത് അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ആലോചിച്ചു. എന്താ തോന്നി എന്നിട്ട്? അതായത് അതൊന്നും കേട്ടിട്ട് നമ്മള് പറയാം. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. തരും തരും തരും. നമ്മുടെ ആനപ്പാപ്പന്, ഷാജി പാപ്പന്. ടിഷ്യൂ വേണ്ടോ? ഞാൻ ടിഷ്യൂ കഴിക്കാറില്ല. അല്ല, എങ്ങനെ ഉണ്ടായി വീണ ചേച്ചിയുടെ അഭിനയം? ഞാൻ ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. രമേശേനും കണ്ടിട്ടില്ല. ഞാനിത് ഈ സിനിമ കാണാൻ പോകുന്നത് അത് കാണാൻ. നമ്മളെല്ലാവരും ചെയ്യുന്ന ജോലി അത്ര അത്ര അഭിനയിക്കുന്നു, വീഡിയോ ചെയ്യുന്നു, ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്നു, വാങ്ങുന്നു, ഇതൊക്കെ പോവും. അല്ലെ, ഇതൊക്കെ നമ്മളെല്ലാവരും ജോലിയാണ്. ഒരു ദിവസം പോകുന്നു, പിന്നെ നമ്മള് തിരിച്ചു വരില്ല. ഇതെല്ലാം പോവും. പിന്നെ നമ്മളെ മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റുമോ? അതല്ലേ, കൊണ്ടുപോകാൻ പറ്റുമോ? അടുത്ത കാലത്ത് നിങ്ങളുടെ മരണം സംഭവിക്കുക. കാരണം നമ്മളെ എല്ലാവർക്കും ഭയങ്കര രസമാണ് ഷൈൻ ചേട്ടന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമ്പോ സിംഹക്കൂട്ടത്തിൽ കല്യാണി പ്രിയദർശൻ പറ. അവള് കല്യാണി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. ഞാൻ ആക്ച്വലി പരിചയപ്പെടുത്തി കൊടുത്ത ബേസിൽ. അപ്പം എന്താണ് ഇതിന്റെ ഒരു പ്രമേയം, ഈ സിനിമയുടെ ഒരു പ്രമേയം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇറ്റ്സ് എ ഹൊറർ മൂവി. ഹൊറർ മൂവി, ഹൊറർ മൂവി ടൈപ്പ്. ലൈക്ക് അത് ആ നമ്പർ തന്നെ മനസ്സിലാവില്ലേ? എന്താണ് ആ നമ്പർ? ദി പ്രൊട്ടക്ടർ. പ്രൊട്ടക്ടർ ആണ് നമ്പർ. ജൂൺ 13. അത് പ്രേതത്തിന്റെ ദിവസാ? പ്രേതത്തിന്റെ ബർത്ത്ഡേയുടെ ദിവസം. ഒരു കാര്യം പറഞ്ഞു, എന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു എനിക്ക്. അപ്പൊ ഒരാളെന്തോ ചോദിച്ചു 50 കോടി ക്ലബിൽ എന്തോ കയറുമെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ 50 കോടി 100 കോടി ഒന്നും വേണ്ട, പടം നന്നായി ഓടിയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ താഴെ കമന്റ്, എടാ മണ്ട, പടം ഓടിയാ കൊറേ 100 കോടിയൊക്കെ കിട്ടുന്നു. എന്റെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കാം. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ പേര് തിരിച്ചറിയാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷല്ലേ. അത് എന്റെ ഏതോ ഒരു പടം ഇപ്പൊ അറബിയിൽ വരെ ഡബ് ചെയ്തിട്ട് എവിടെ വന്നിട്ടുണ്ട്. അറബികൾ വരെ ഞാൻ അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തത്, കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഈ ചേട്ടൻ എന്നോട് ചോദിച്ചു സിനിമയിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇപ്പുറത്ത് കഴിയുന്ന വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആ വഴിക്ക് പോയി ചേട്ടൻ. പിന്നെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞു. കെട്ടായിട്ട് കിടക്കുന്ന ഒരു സംഭവം. കാവ്യമാധവനെ ആരോ പരിചയപ്പെടുത്തിയപ്പോഴേ, ഒരാളെങ്കിലും പരിചയപ്പെടുത്തി, എന്റെ ഫ്രണ്ട്. അപ്പൊ കാവ്യമാധവൻ ചോദിച്ചു, നിങ്ങൾ ആരുടെയോ മകനല്ലേ? ലൊക്കേഷനിലും അങ്ങനെയുള്ള ഫിറ്റ്നസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സിജു. ലൊക്കേഷനിൽ വന്നിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഓടിക്കളയും. ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ പോകും, ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, ഞാൻ ഫിഷ് വാങ്ങാറുണ്ട്, ഞാൻ എൻ്റെ വീട്ടു സാധനങ്ങളെല്ലാം കടയിൽ പോയി ഞാനാണ് വാങ്ങാറുള്ളത്. ഞാൻ എൻ്റെ ജംഗ്ഷനിൽ മറ്റേ ലുങ്കിയൊക്കെ കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ചായക്കടയിലൂടെ ഞാൻ പോകാറുണ്ട്. എനിക്ക് അങ്ങനെ വേറെ അതിലോട്ട്
പക്ഷേ എന്നാൽ പോലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്യാറുമുണ്ട്. നമ്മളെ നാട്ടിൽ മറ്റേ ഞാൻ രാജാവ് ഇങ്ങനെ ഇരുന്നുണ്ടല്ലോ, വീട് പട്ടിണിയാണ്. ഇന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ടുപേരാണ്. മിണ്ടാതിരിക്കെങ്കിലും വലിയ സംഭവമാണ് രണ്ടുപേരും. അയ്യോ ചേട്ടാ ചേട്ടാ ഇവര് സോഷ്യൽ മീഡിയ സ്റ്റാറുകളല്ലേ? അല്ല അങ്ങനെയല്ല, എന്റെ കാണൽ കൂടുതലുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. സന്തോഷം. ഇത് പുഴുങ്ങി തിന്നാണെന്ന് നോക്കുമല്ലോ ഫാൻസ്. തൃശ്ശൂർ ഭാഷയിൽ പറയാം. മാ എന്ന അക്ഷരം വെച്ച് മാത്രം സംസാരിക്കുക. മദറിലോ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അല്ല, എല്ലാവരും പറയും സർ, വിജയിച്ച എല്ലാവരും ഒരു കംഫർട്ട് സോൺ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഞങ്ങളെ സന്തോഷ് സർ ബ്രേക്ക് ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണ്? ബ്രേക്ക് ചെയ്യാനുള്ള മാത്രം ഒരു കംഫർട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓ, ഈ കംഫർട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ കംഫർട്ടിലായിരുന്നില്ല ഒരിക്കലും, ഇപ്പോഴും അല്ല. ഈ നിമിഷവും ഞാനിപ്പോ കംഫർട്ടിലല്ല ഇരിക്കുന്നത്. ഹിന്ദിയില് ഡാഡി കൂൾ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതിന് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പിന്നെ അതിന് ഡാഡിയല്ലേ മമ്മിയല്ലേ, ആ വ്യത്യാസമുണ്ട്. അത് ഭയങ്കര വ്യത്യാസമല്ലേ? പിന്നെ ഇതിനകത്ത് കൂടെന്നുള്ള വാക്ക് 2 രൂപയില്ല. ഡാഡി കൂൾ, മമ്മി കൂൾ. ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിലെത്തുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. ഇവിടെ അവസരം ഉണ്ടാക്കി പറഞ്ഞോ. മൃഗയ അപ്പൊ ഏതായാലും ഇന്നലെ വരെ സിനിമ സോണി ലെവൽ വളരെ ഗംഭീരമായി സ്ട്രീം ചെയ്യുന്നുണ്ട്. പല പല ഭാഷകളിലുണ്ട്. ഇനി മലയാളം കണ്ടു കഴിഞ്ഞവർക്ക് തമിഴ് കാണാം, തെലുങ്ക് കാണാം. ഒറ്റ കഥയാണ് എല്ലാത്തിലും. ആ ഒരു പ്രത്യേകത. ഇപ്പൊ നോബിച്ചേട്ടൻ ലുക്ക് നോക്കി, എല്ലാവരും ലുക്കിലൊരു മാറ്റം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വേണ്ട. അഭിനയത്തിന് വലിയ മാറ്റം വരുത്താൻ. ഇത് എൻ്റെ ഒരു സ്പേസ് ആണ്, ശ്രീവിദ്യ ഷോ. എന്തിനാണ് ബെല്ലേനെ കൊണ്ട് ഇരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പട്ടി ഷോ കാണിക്കുന്നു ആൾക്കാർ പറയാതിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നതാണ്. ഡബിൾ പട്ടി ഷോ